നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് ഇറച്ചിക്കറിയുടെ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ കൂട്ടുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഈ പരുവം വരെ വഴറ്റുക. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് നെടുകെ പിളർന്നത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റുക. നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയുടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ പൊടികളെല്ലാം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും, കരിഞ്ഞു പോകാതെ നോക്കണം, ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് വെള്ളം, ഞാൻ ഇവിടെ 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഒരു 4 ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും 2 വഴുതനങ്ങ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കുക. ഈ കറിയുടെ അരപ്പെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കണം. ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് കഴിയുമ്പോഴേക്കും നല്ല സൂപ്പർ, വളരെ സിമ്പിൾ, നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.